ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ SCRT ചാപ്റ്ററാണ്. ഹിസ്റ്ററിയിലെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്നാണ്. ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തെന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ PSC പഠിക്കുന്നവർക്കായിട്ട് നമ്മൾ SCRT ചാപ്റ്റേഴ്സും NCERT ചാപ്റ്റേഴ്സും ഒക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്നാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വഗാടക രാജാവായിരുന്ന വിദ്യാശക്തി രണ്ടാമൻ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് കാണാനായിട്ട് സാധിക്കും. വിജയവും ദീർഘായുസ്സും ഇഹപര ലോകങ്ങളിൽ ക്ഷേമ സമാധാനങ്ങളും കൈവരുന്നതിനായി ഈ ഗ്രാമത്തിൻ്റെ പകുതി നാം ബ്രാഹ്മണർക്ക് ദാനമായി നൽകുന്നു. ചതുർവേദങ്ങളാലും മുൻ രാജാക്കന്മാരാലും അംഗീകരിക്കപ്പെട്ട ആചാരപ്രകാരമുള്ള ഒഴിവുകൾ ഈ ഭൂമിദാനത്തിനും ബാധകമായിരിക്കുന്നതാണ്. അവ ഇതര പ്രദേശങ്ങൾ പോലെയല്ല. ഇവിടെ ഭരണം ഉപ്പും മദ്യവും ഊറ്റിയെടുക്കരുത്. രാജകീയ ഖജനാവിലേക്ക് പണമോ ഭക്ഷ്യധാന്യങ്ങളോ കൊടുക്കേണ്ടതില്ല. രാജാവിനായി പൂക്കളോ പാലോ നൽകേണ്ടതില്ല. ഉദ്യോഗസ്ഥർക്ക് പശുവിനെയോ കാളിയെയോ നൽകേണ്ട. രാഷ്ട്രത്തിന് സേവനങ്ങൾ നൽകേണ്ട. കുതിരച്ചമയങ്ങളോ കരിയോ നൽകാൻ ബാധ്യതയില്ല. നിയമപാലകർ ഇവിടെ പ്രവേശിക്കരുത്. യാത്രയിലായിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കട്ടിലും അടുപ്പും മറ്റും നൽകേണ്ട. രാജാവിന് നികുതി അടയ്ക്കേണ്ടതില്ല. ചരക്ക് കടത്താൻ പണം ഒടുക്കേണ്ട. ഭൂഗർഭ നിധി നിക്ഷേപങ്ങളുടെ മേൽ അവകാശമുണ്ടായിരിക്കും. ഭൂമി വേലി കെട്ടിത്തിരിക്കാനും മണ്ണുയർത്താനും വലിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാനും അവകാശമുണ്ടായിരിക്കും. ഇതിന് തടസ്സമാകുകയോ തടസ്സഹേതുവാകുകയോ ചെയ്യുന്നവരെ നാം പരാതി പ്രകാരം ശിക്ഷിക്കുന്നതാണ്. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ എന്താണ്? രാജാവിൻ്റെ കൈവശമുള്ളതിൽ കുറച്ച് ഭൂമി പ്രത്യേക അവകാശങ്ങളോടെ ബ്രാഹ്മണർക്ക് കൈമാറുന്നത് സംബന്ധിച്ചാണ് ഈ ഉത്തരവിൽ പരാമർശിക്കുന്നത്. രാജാവിൻ്റെ കൈവശമുള്ളതിൽ കുറച്ച് ഭൂമി ആർക്ക് കൈമാറാണ്? ബ്രാഹ്മണർക്ക് കൈമാറാണ്. അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതിനെയാണെന്ന് പറയുന്നത് ഭൂമിദാനം എന്നറിയപ്പെടുന്നത്. ബുദ്ധകൃതികളിൽ ഭൂമിദാനത്തെക്കുറിച്ചുള്ള സൂചനകൾ കാണാം. എന്നാൽ അത് വ്യാപകമായതും ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിച്ചതും മൗര്യന്മാർക്ക് ശേഷമാണ്. അപ്പോൾ ഭൂമിദാനത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധകൃതികളിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ മൗര്യന്മാർക്ക് ശേഷമാണ് ഇതിനെക്കുറിച്ചിട്ട് ഇത് വ്യാപകമാകുന്നതും അതുപോലെ തന്നെ ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിക്കുന്നതും. ഇനി മൗര്യ രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി രാജവംശങ്ങൾ അധികാരത്തിൽ വന്നു. നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ നിന്നും അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? കുശാനന്മാർ, ഗുപ്തന്മാർ, ശാകന്മാർ, മാഗാടകന്മാർ, ശതവാഹനന്മാർ, ചോളന്മാർ, ചേരന്മാർ, പാണ്ഡ്യന്മാർ എന്നിവയാണ് അല്ലേ. ഇനി എന്താണ് ഭൂമിദാനം? ഇവരിൽ ഡക്കാൻ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ ശതവാഹന രാജാക്കന്മാർ അന്നത്തെ സാമൂഹിക ഘടനയിൽ മുന്നിൽ നിന്നിരുന്ന ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്താനായി അവർക്ക് ഭൂമിദാനം നൽകുന്ന വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചു. എന്താ പറയുന്നത്? ഡക്കാൻ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിട്ടുള്ള ശതവാഹന രാജാക്കന്മാർ. ഇവയിൽ നമ്മൾ പറഞ്ഞു ശതവാഹനന്മാരുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ ശതവാഹനന്മാർ ഡെക്കാനാണ് അല്ലേ. ഡെക്കാൻ കേന്ദ്രീകരിച്ചിട്ടാണ് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് അന്നത്തെ സാമൂഹിക ഘടനയിൽ മുന്നിൽ നിന്നിരുന്ന ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് അവർക്ക് ഭൂമിദാനം നൽകുന്ന വ്യവസ്ഥ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ശതവാഹന രാജാക്കന്മാർ ആർക്ക് കൊടുക്കുന്നുണ്ട്? ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് ഭൂമിദാനം നൽകുന്നുണ്ട്. CE 4ാം നൂറ്റാണ്ടോടുകൂടി പാടലീപുത്രം കേന്ദ്രമാക്കി അധികാരത്തിൽ വന്ന ഗുപ്ത രാജാക്കന്മാരുടെ കീഴിൽ ഈ വ്യവസ്ഥ വിപുലമാക്കപ്പെട്ടു. അപ്പോൾ എന്താ പറയുന്നത്? CE 4ാം നൂറ്റാണ്ടോടുകൂടി പാടലീപുത്രം കേന്ദ്രമാക്കി അധികാരത്തിൽ വന്ന ഗുപ്ത രാജാക്കന്മാരുടെ കീഴിൽ, അതായത് ഗുപ്ത രാജാക്കന്മാരെ പാടലീപുത്രം കേന്ദ്രമാക്കിയിട്ടാണ് ഭരണം നടത്തിയിരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അവരുടെ കീഴിലാണ് ഈ വ്യവസ്ഥ വിപുലമാക്കപ്പെടുന്നത്. ഇനി ആരാണ് ഈ ഗുപ്ത രാജാക്കന്മാർ എന്ന് വെച്ചാൽ? ആരൊക്കെയുണ്ട് ഗുപ്ത രാജാക്കന്മാരിൽ? ഗുപ്തരാജ്യത്തിൻ്റെ സ്ഥാപകൻ ശ്രീഗുപ്തനായിരുന്നു. ഗുപ്തരാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ശ്രീഗുപ്തനാണ് അല്ലേ. മറ്റു പ്രധാന രാജാക്കന്മാരെ ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, കുമാരഗുപ്തൻ ഒന്നാമൻ, സ്കന്ദഗുപ്തൻ. ആരൊക്കെയാണ്? ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, കുമാരഗുപ്തൻ ഒന്നാമൻ, സ്കന്ദഗുപ്തൻ.
ഇനി ഭൂമിദാനത്തിലെ വ്യത്യാസം നമ്മൾ പറഞ്ഞു, ശതവാഹനന്മാരുണ്ടെന്ന് പറഞ്ഞു, ഗുപ്തന്മാരുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവർ തമ്മിലുള്ള എന്താണ് ഈ ഭൂമിദാനത്തിൽ എന്തൊക്കെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ശതവാഹനന്മാരാണെന്നുണ്ടെങ്കിൽ ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം, അതായത് ശതവാഹനന്മാർക്ക് ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രമാണ് നൽകിയത്. എന്നാൽ ഗുപ്തന്മാർക്കാണെങ്കിലോ ഭൂമിയിലെ വിഭവങ്ങളോടൊപ്പം അവിടെ വസിക്കുന്ന ജനങ്ങളുടെ മേലുള്ള അധികാരങ്ങളും നൽകി. അപ്പോൾ ശതവാഹനന്മാർക്ക് ഭൂമിയിലെ വിഭവങ്ങൾക്ക് മേലുള്ള അവകാശം മാത്രമാണ് നൽകിയത്. പക്ഷേ എന്താണ്, ഗുപ്തന്മാർക്ക് വിഭവങ്ങൾക്ക് മാത്രമല്ല അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ മേലുള്ള അധികാരങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുപ്തകാലത്തിൽ ഭൂമിദാന പ്രക്രിയയിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലെ രാജാവിൻ്റെ സ്വാധീനം കുറഞ്ഞു. ദാനം ചെയ്യപ്പെടുന്ന ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിവിനും നീതിന്യായ നിർവഹണത്തിനുമുള്ള അധികാരം ഭൂവുടമസ്ഥതയ്ക്കൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ടു. എന്താണ് ദാനം ചെയ്യപ്പെടുന്ന ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിവ്, അതുപോലെ തന്നെ നീതിന്യായ നിർവഹണത്തിനുള്ള അധികാരമൊക്കെ ആർക്കാണ്? ഭൂവുടമസ്ഥതയ്ക്കൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ടു. ദാനമായി കിട്ടുന്ന ഭൂമി തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീണ്ടും ദാനമായി നൽകാനുള്ള അവകാശവും ഭൂമി ദാനമായി കിട്ടിയവർക്ക് ലഭിച്ചു. ഭൂമി ദാനമായിട്ട് കിട്ടിയവർക്ക് വീണ്ടും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ദാനം ചെയ്യാനുള്ളൊരു അവകാശം ലഭിച്ചു. ക്രമേണ രാജാവും പ്രഭുക്കളും തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫലം പണമായി നൽകാതെ ഭൂമി ദാനത്തിൻ്റെ രൂപത്തിൽ നൽകി തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? രാജാക്കന്മാരും പ്രഭുക്കളൊക്കെ സേവനങ്ങൾക്കുള്ള പ്രതിഫലം എന്താണ്? പണമായിട്ടാണ് നൽകുന്നത് അല്ലേ. പക്ഷെ അതിന് പകരം എന്തായിട്ട് കൊടുക്കുന്നത്? ഭൂമിയാണ് ദാനം ചെയ്യുന്നത്. രാജാവിൽ നിന്ന് ഏറ്റവും അധികം ഭൂമി ലഭിച്ചത് ആർക്കാണ്? ബ്രാഹ്മണർക്കാണെങ്കിലും ക്രമേണ മറ്റു വിഭാഗങ്ങൾക്കും ഭൂമിദാനം ലഭിച്ചു തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ ബ്രാഹ്മണർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മറ്റു വിഭാഗങ്ങൾക്കും ഭൂമി ലഭിക്കുകയാണ്, ദാനമായിട്ട് ലഭിക്കുകയാണ്. ഇവിടെ എന്താ പറഞ്ഞത്? ഗുപ്തകാലത്തിലുണ്ടായിരുന്ന ഭൂമി ദാന പ്രക്രിയയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലെ രാജാവിൻ്റെ സ്വാധീനം കുറഞ്ഞു. ദാനം ചെയ്യപ്പെടുന്ന ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിവിനും നീതിന്യായ നിർവഹണത്തിനുമുള്ള അധികാരം ആർക്ക്? ഭൂവുടമസ്ഥതയ്ക്കൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ടു അല്ലേ. ഇനി ദാനമായി കിട്ടുന്ന ഭൂമി തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാമെന്നുള്ളൊരു അവകാശം അവർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ രാജാക്കന്മാരും പ്രഭുക്കളും എന്താണ് പ്രതിഫലമായിട്ട് പണമല്ല നൽകിയിരുന്നത്, ഈ ഭൂമിയായിരുന്നു ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ രാജാവിൽ നിന്ന് ഏറ്റവും അധികം ഭൂമി ലഭിച്ചത് ബ്രാഹ്മണർക്കാണെന്നുണ്ടെങ്കിലും ക്രമേണ മറ്റ് വിഭാഗങ്ങൾക്കും ഭൂമിദാനം ലഭിച്ചു തുടങ്ങി. ഇങ്ങനെ ഭൂമിദാനം വ്യാപകമായതോടെ സമൂഹത്തിൽ വലിയ സമ്പത്തും സ്വാധീനശേഷിയുള്ള ഭൂവുടമകളുടെ ശക്തമായ ഒരു വിഭാഗം രൂപം കൊണ്ടു. ഭൂമിയിൽ പണിയെടുക്കുന്ന അടിയാളർ അവകാശങ്ങളില്ലാത്തവരും ഭൂവുടമകളുടെ ആശ്രിതരുമായി തീർന്നു. എന്താ പറയുന്നത്? ഭൂമിദാനം വ്യാപകമായപ്പോൾ സമൂഹത്തിലെ വലിയ സമ്പത്തും സ്വാധീനശേഷിയുള്ള ഭൂവുടമകളുടെ ശക്തമായിട്ടുള്ള ഒരു വിഭാഗം രൂപം കൊണ്ടു. കാരണം എന്താണ്? അവർക്കാണ് കൂടുതലായിട്ട് ഭൂമി ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? ഏറ്റവും സമ്പത്തുള്ള ആൾക്കാർക്കാണ് വീണ്ടും ഭൂമി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇവരെന്ത് സംഭവിച്ചു? അപ്പോൾ ഇവിടെ എന്താണ്? കൂടുതൽ സമ്പത്ത് കുമിഞ്ഞുകൂടാണ് അല്ലേ. അങ്ങനെ ശക്തമായ വിഭാഗം രൂപം കൊണ്ട് ഭൂമിയിൽ പണിയെടുക്കുന്ന അടിയാളർ അവകാശങ്ങളില്ലാത്തവരും ഭൂവുടമകളുടെ ആശ്രിതരുമായി തീർന്നു. അപ്പോൾ ഭൂമിയിൽ പണിയെടുക്കുന്ന അടിയാളർക്കാണെങ്കിൽ ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. അവരുടെ എന്തായിട്ട് മാറാണ്? അടിമകളായിട്ട് മാറാണ് അല്ലേ. അതായത് ഭൂവുടമകളുടെ ആശ്രിതരായിട്ട് മാറാണ്. ഈ വ്യവസ്ഥിതിയിൽ കർഷകരും കർഷക തൊഴിലാളികളും അടിമകളും ഭൂമിയിൽ ബന്ധിക്കപ്പെട്ട സ്ഥിതിയിലായിരുന്നു. ഒരു വ്യവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ കർഷകരും കർഷക തൊഴിലാളികളും അടിമകളൊക്കെ എന്താണ്? ഭൂമിയിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ്. അവർ ഒരേ മണ്ണിൽ തന്നെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തു. അവരുടെ ഉടമകൾക്ക് വേണ്ടിയാണ് അവർ അധ്വാനിച്ചത്. അപ്പോൾ അവർ അധ്വാനിച്ചതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? അവരുടെ ഉടമകൾക്ക് വേണ്ടിയിട്ടാണ്. അവരവിടെ തന്നെ ജനിച്ചു, ജീവിച്ചു, മരിച്ചു എന്ന് പറയുന്നു അല്ലേ. ഇനി അവരുടെ ഉടമകൾക്ക് വേണ്ടിയാണ് അധ്വാനിച്ചത്. സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള അവർ മേലെ തട്ടുകളിലുള്ളവർക്ക് നികുതിക്ക് പുറമെ സൗജന്യ സേവനങ്ങളും നൽകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു മേൽത്തട്ടിലുള്ളവർക്ക് നികുതി നൽകണമെന്നത്. പക്ഷെ അത് മാത്രമല്ല സൗജന്യ സേവനങ്ങളും നൽകേണ്ടതായിട്ട് വന്നു. ഈ വ്യവസ്ഥിതിയെ സാമന്ത വ്യവസ്ഥയെന്നും ഇന്ത്യൻ ഫ്യൂഡലിസം എന്നും വിശേഷിപ്പിക്കുന്നു. ഈ വ്യവസ്ഥയാണ് എന്ന് പറയുന്നത് സാമന്ത വ്യവസ്ഥ എന്നും അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്യൂഡലിസം എന്നും പറയുന്നത്. ഇക്കാലത്ത് കാർഷിക രംഗത്ത് പുരോഗതി പ്രകടമായിരുന്നു. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? അപ്പോൾ ഭൂമിദാനം ഇങ്ങനെ വ്യാപകമായപ്പോൾ സമ്പത്തുള്ള ഒരു മധ്യവർഗം ഉണ്ടായിരുന്നു. മധ്യവർഗം എന്നല്ല, സമ്പത്തും സ്വാധീനശേഷിയുള്ള ഭൂവുടമകളുടെ ശക്തമായിട്ടുള്ളൊരു വിഭാഗം രൂപപ്പെടാണ്. ബാക്കി ഈ ഒരു കൃഷിഭൂമിയിൽ പണിയെടുക്കുന്നവരൊക്കെ എന്താണ്? ഭൂവുടമകളുടെ ആയിട്ട് മാറുന്നത്, ആശ്രിതരായിട്ട് മാറാണ് അല്ലേ. അതുപോലെ തന്നെ ഈ കർഷകരും കർഷക തൊഴിലാളികളും അടിമകളൊക്കെ എവിടെ തന്നെയാണ്? ഈ ഭൂമി ബന്ധിക്കപ്പെട്ട സ്ഥിതിയിലായിരുന്നു. ഇവരവിടെ തന്നെ ജനിച്ചു, ജീവിച്ചു, മരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഉടമസ്ഥതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഉടമസ്ഥർക്ക് വേണ്ടി
വേണ്ടിയിട്ടാണ് അവർ പണിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഇവർ പണിയെടുക്കുക മാത്രമല്ല ചെയ്തിരുന്നത് എന്നാണ്, സൗജന്യ സേവനങ്ങളും നൽകേണ്ടതായിട്ട് വന്നു. അതിനാൽ തന്നെ ഈ ഒരു വ്യവസ്ഥയാണെന്ന് പറയുന്നത് ഫ്യൂഡലിസം, ഇന്ത്യൻ ഫ്യൂഡലിസം അല്ലാന്നുണ്ടെങ്കിൽ എന്തെന്ന് പറയുന്നു, സാമന്ത വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ കൃഷി എന്ന് പറയുന്ന അവിടെ പുരോഗതി കൈവരിക്കുന്നുണ്ട്. കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? കൃഷിക്ക് ഉപയോഗിക്കപ്പെടാതെ കിടന്ന പ്രദേശങ്ങൾ പോലും കൃഷിക്ക് ഉപയോഗമാക്കി. അതുപോലെ തന്നെ പുതിയ സാമൂഹിക വ്യവസ്ഥിതി കൃഷിക്ക് ആവശ്യമായ തൊഴിൽ ശക്തി പ്രദാനം ചെയ്തു. കൃഷിയുടെ സാങ്കേതിക വിദ്യയെയും കാലാവസ്ഥയെയും സംബന്ധിച്ച് ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അറിവ്. വിവിധ തരത്തിലുള്ള ജലസേചന മാർഗങ്ങൾ. അപ്പോൾ എന്താ പറയുന്നത്, കൃഷി വ്യാപനത്തിന് സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ്. കൃഷിക്ക് ഉപയോഗിക്കപ്പെടാതെ കിടന്ന പ്രദേശങ്ങൾ പോലും കൃഷിക്ക് ഉപയോഗമാക്കി. അതുപോലെ തന്നെ പുതിയ സാമൂഹിക വ്യവസ്ഥ നിലയിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, തൊഴിൽ ശക്തി പ്രദാനം ചെയ്തു. കൃഷിയുടെ സാങ്കേതിക വിദ്യയെയും കാലാവസ്ഥയും സംബന്ധിച്ച് ബ്രാഹ്മണർക്ക് അറിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ജലസേചന മാർഗങ്ങളും ഉപയോഗിച്ചു. അപ്പോൾ ഏതൊക്കെ ജലസേചന മാർഗങ്ങളാണ് ഗുപ്തകാലത്ത് ഉപയോഗിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. ഒന്നെന്താണ്, കനാലുകൾ എന്ന് വെച്ചാൽ എന്താണ്, കിണറ്റിൽ നിന്ന് ഉയർത്തുന്ന ജലം ചാലുകളിലൂടെ കൃഷിയിടങ്ങളിൽ എത്തിച്ചു. ഇനി കുളം, ജലസംഭരണി എന്ന് പറയുമ്പോൾ മഴവെള്ളം ശേഖരിച്ച് വെച്ച് കൃഷിക്ക് ഉപയോഗിച്ചു. ദക്ഷിണേന്ത്യയിൽ ജലസംഭരണികൾ നിർമ്മിച്ചു. ഉത്തരേന്ത്യയിൽ കുളങ്ങൾ നിർമ്മിച്ചു. എന്തൊക്കെയാണ്, മഴവെള്ളം ശേഖരിച്ചിട്ട് കൃഷി ഉപയോഗിക്കുന്നത്. ഇനിയാണെന്ന് പറയുന്നത് കുളം അല്ലെങ്കിൽ ജലസംഭരണി എന്ന് പറയുന്നത് കേട്ടോ. ദക്ഷിണേന്ത്യയിൽ ജലസംഭരണികൾ നിർമ്മിച്ചു. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലാണെങ്കിലോ കുളങ്ങളും നിർമ്മിച്ചു. അപ്പോൾ കുളം എന്ന് പറയുമ്പോൾ കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ജലസംഭരണി എന്ന് വെച്ചാൽ എന്താണ്, മഴവെള്ളം ശേഖരിച്ച് വെച്ച് കൃഷിക്ക് ഉപയോഗിക്കുന്നതിനെയാണ് ഈ ജലസംഭരണികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗഡിയന്ത്രം അല്ലെങ്കിൽ അരഗട്ട. എന്താണ് ഗഡിയന്ത്രം? ഒരു ചക്രത്തിൽ ഘടിപ്പിച്ച കുടങ്ങൾ ചക്രം കറക്കുമ്പോൾ വെള്ളം ഉയർത്തി പാടത്തേക്ക് ഒഴിക്കുന്നു. ഒരു ചക്രത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള, അതായത് ഒരു ചക്രത്തിൽ കുടങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഈ ചക്രം കറക്കുമ്പോൾ ഈ കുടത്തിലുണ്ടാകുന്ന വെള്ളമൊക്കെ ഈ പാടത്തേക്ക് ഒഴുക്കാണ്. നെക്സ്റ്റ്, മഴവെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ് തന്നെയായിരുന്നു. ഇനി അണക്കെട്ടുകൾ. ഗുജറാത്തിലെ സുദർശന തടാകം സ്കന്ദഗുപ്തൻ പുതുക്കി പണിതു. അണക്കെട്ടുകൾ എന്ന് പറയുമ്പോൾ ഗുജറാത്തിലെ സുദർശന തടാകം ചന്ദ്രഗുപ്തൻ പുതുക്കി പണിതു. അപ്പോൾ എന്തൊക്കെയാണ്, കനാലുകൾ പറഞ്ഞു, കുളം, ജലസംഭരണി, പിന്നെ ഗഡിയന്ത്രം, മഴവെള്ളം, പിന്നെ അണക്കെട്ടുകൾ. കൈത്തൊഴിലും വ്യാപാരവും. ഭൂമിദാനത്തിൻ്റെ ഫലമായുണ്ടായ കൃഷിയുടെ വ്യാപനം കാർഷികേതര പ്രവർത്തനങ്ങളുടെ വികാസത്തിലേക്ക് നയിച്ചു. വിവിധതരം കൈത്തൊഴിലുകളെ ജനങ്ങൾ ജീവിത മാർഗമായി സ്വീകരിച്ചു. ഭൂമിദാനത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ പറഞ്ഞു, ഭൂമിദാനത്തിൻ്റെ ഫലമായിട്ടാണ് കൃഷിയുടെ വ്യാപനം നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കൃഷിയുടെ കാർഷിക പ്രവർത്തനങ്ങൾ മാത്രമല്ല കാർഷികേതര പ്രവർത്തനങ്ങളുടെ വികാസത്തിലേക്കും നയിച്ചിട്ടുണ്ട്. വിവിധതരം കൈത്തൊഴിലുകൾ ജനങ്ങളെ ജീവിത മാർഗമായിട്ട് സ്വീകരിച്ചു. പുരാവസ്തുക്കളിൽ നിന്നും സാഹിത്യ കൃതികളിൽ നിന്നും ഇക്കാലത്തെ കൈത്തൊഴിലുകളെക്കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഉത്ഖനനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള പുരാവസ്തുക്കളെക്കുറിച്ചുള്ള വിവരവും ഇവിടെ ചൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, മൺപാത്രങ്ങൾ ഉപയോഗിച്ച് എന്താണ്, മൺപാത്ര നിർമ്മാണം അല്ലേ. അതിൻ്റെ കൈത്തൊഴിൽ എന്ന് പറയുമ്പോൾ എന്താണ്, മൺപാത്ര നിർമ്മാണം. ഇനി സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള കല്ല് എന്നിവയിൽ തീർത്ത ആഭരണങ്ങൾ. അപ്പം എന്താ വരിക, ആഭരണ നിർമ്മാണം വരും. ഇനി മുത്തുകളാണെന്നുണ്ടെങ്കിൽ മുത്ത് നിർമ്മാണം വരും അല്ലേ, മുത്തു നിർമ്മാണം വരും. ചില്ലുകൊണ്ടുള്ള വസ്തുക്കൾ, ചില്ല് നിർമ്മാണം. ഇനി പരുത്തി വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ നെയ്ത്ത് അല്ലേ. പരുത്തി വസ്ത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എന്താ വരിക, നെയ്ത്താണ് വരിക. ഇനി ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങൾ, അതിനെന്താ പറയുക, ആനക്കൊമ്പ് ചെത്തുപണി എന്ന് പറയാം. ഇനി വിവിധ കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടവർ അവരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ചു. ഇവ ഗിൽഡുകൾ അഥവാ ശ്രേണികൾ എന്നറിയപ്പെട്ടു. അതായത് നമ്മൾ പറഞ്ഞു കുറേ വന്നു എന്ന് പറഞ്ഞു അല്ലേ. ഈ കൈത്തൊഴിലുകാരെന്ത് ചെയ്യാണ്, ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയാണ് അല്ലേ. അതിനെയാണ് ശ്രേണി അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്, ഗിൽഡുകൾ എന്ന് പറയപ്പെടുന്നത്. ഭരണകൂടം ശ്രേണികൾക്ക് അംഗീകാരം നൽകി. ശ്രേണികളിലെ അംഗങ്ങൾക്ക് അതിൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടിയിരുന്നു. ഈ ശ്രേണിയിൽ അംഗമാകുന്ന ആൾക്കാർക്ക് അതിലുള്ള നിയമങ്ങൾ പാലിക്കണം. എന്താണ് അപ്പോൾ ശ്രേണികൾ എന്ന് വെച്ചാൽ, കൈത്തൊഴിലുകാരുടെയും കച്ചവടക്കാരുടെയും സംഘടനയായിരുന്നു ശ്രേണികൾ. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുക, ഉൽപ്പന്നങ്ങളെ വിപണിയിലെത്തിക്കുക എന്നിവയായിരുന്നു ഇവയുടെ ചുമതലകൾ. ശ്രേണികൾ എന്ന് പറയുമ്പോൾ കൈത്തൊഴിലുകാരുടെയും കച്ചവടക്കാരുടെയും സംഘടനയാണ്. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുക, ഉൽപ്പന്നങ്ങളെ വിപണിയിലെത്തിക്കുക എന്നിവയാണ് പ്രധാനമായിട്ടും വരുന്ന ചുമതലകൾ. ഇനി എന്താണ് വ്യാപാരവും വാണിജ്യവും?
ഗുപ്തകാലത്തിൻ്റെ തുടക്കത്തിൽ ആഭ്യന്തര വാണിജ്യം വളരെ വിപുലമായിരുന്നു. കൃഷിക്ക് പുറമെ വിവിധ കൈത്തൊഴിലുകളും കരകൗശല നിർമ്മാണവും നിലനിന്നിരുന്നതായി പട്ടികയിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ. ഗുപ്തകാലത്തിൻ്റെ തുടക്കത്തിൽ എന്താണ് ആഭ്യന്തര വാണിജ്യം വളരെ വിപുലമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കൈത്തൊഴിലുകാരും കരകൗശല നിർമ്മാണമൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നല്ലേ. കരകൗശല വിദഗ്ധർ നിർമ്മിച്ച ഇത്തരം ഉൽപ്പന്നങ്ങൾ വ്യാപാരത്തിൻ്റെ മുഖ്യ ഇനങ്ങളായിരുന്നു. ഏറ്റവും വലിയ ആഭ്യന്തര വ്യാപാര വസ്തുക്കളിലൊന്നായിരുന്നു വസ്ത്രം. ഏറ്റവും വലിയ ആഭ്യന്തര വ്യാപാര വസ്തുക്കളിലൊന്ന് വസ്ത്രമാണ്. വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ, അതായത് മസ്ലിൻ, കാലിക്കോ, ലിനൻ വൻതോതിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വസ്ത്രമാണ് ഏറ്റവും വലിയ ആഭ്യന്തര വ്യാപാര വസ്തുക്കളിലൊന്ന്. പശ്ചിമേഷ്യ, മധ്യേഷ്യ, ദക്ഷിണ പൂർവേഷ്യ, റോം എന്നിവിടങ്ങളിലായി ഗുപ്തന്മാർക്ക് വിദേശ വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. ഈ കാലഘട്ടത്തിൽ പുതിയ വ്യാപാര പാതകൾ വികസിച്ചു വന്നു. എന്താ പറയുന്നത്? പശ്ചിമേഷ്യ, മധ്യേഷ്യ, ദക്ഷിണ പൂർവേഷ്യ, റോം എന്നിവിടങ്ങളിൽ ഗുപ്തന്മാർക്ക് എന്താണ് വിദേശ വ്യാപാരം ഉണ്ടായിരുന്നു അല്ലേ. ഈ കാലഘട്ടത്തിൽ പുതിയ വ്യാപാര പാതകളും വികസിച്ചു വന്നു. മികച്ച സ്വർണ്ണ നാണയങ്ങളും വെള്ളി ചെമ്പ് നാണയങ്ങളും പുറത്തിറക്കി. സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും പുറത്തിറക്കി. നഗരശ്രേഷ്ഠി, സാർത്തവാഹ എന്നീ വ്യാപാര പ്രമുഖർക്ക് ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു. നഗരശ്രേഷ്ഠി, സാർത്തവാഹ എന്നീ വ്യാപാര പ്രമുഖർക്കും ഭരണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. വൈശാലി, പാടലീപുത്രം, കനൗജ്, ശ്രാവസ്തി, കൗസാംബി, ഉജ്ജയിനി, മധുര മുതലായവ വ്യാപാര പ്രാധാന്യമുള്ള പട്ടണങ്ങളായിരുന്നു. വ്യാപാര പ്രാധാന്യമുള്ള പട്ടണങ്ങളാണ് വൈശാലി, പാടലീപുത്രം, കനൗജ്, ശ്രാവസ്തി, കൗസാംബി, ഉജ്ജയിനി, മധുര എന്നിവ. ഇനി എന്താണ് നഗരത്താർ അല്ലെങ്കിൽ നഗരശ്രേഷ്ഠൻ എന്നൊക്കെ അറിയപ്പെടുന്നത്? നഗരത്താർ അല്ലെങ്കിൽ നഗരശ്രേഷ്ഠൻ നഗരങ്ങളിലെ സമ്പന്നരായ കച്ചവടക്കാരാണ് ഇവർ. നഗരത്താർ അല്ലെങ്കിൽ നഗരശ്രേഷ്ഠൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? നഗരത്തിലെ സമ്പന്നരായ കച്ചവടക്കാരെയാണ്. ഇവർ ഭരണത്തിലും പങ്കാളികളായിരുന്നു. കൂടാതെ വർത്തക സംഘങ്ങളിലെ പ്രമുഖരായിരുന്നു ഇക്കൂട്ടർ. വർത്തക സംഘങ്ങളിലെ പ്രമുഖരുമാണ് ഈ നഗരത്താർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗുപ്തകാല നാണയങ്ങളൊക്കെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇനി ഗുപ്തകാലത്തെ ചില പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട നഗരങ്ങൾ നമ്മളിവിടെ പറഞ്ഞല്ലോ അല്ലേ. പ്രധാനപ്പെട്ട നഗരങ്ങൾ പറഞ്ഞില്ലേ, അതേ ഇതൊന്നുകൂടിയും കാണിച്ചിട്ടുണ്ട്. കനൗജ്, ശ്രാവസ്തി, വൈശാലി, പാടലീപുത്രം, മധുര, കൗസാംബി, ഉജ്ജയിനി എന്നിവ. അപ്പോൾ ഉജ്ജയിനി, കൗസാംബി, മധുര, കനൗജ്, ശ്രാവസ്തി, വൈശാലി, പാടലീപുത്രം എന്നിവയാണ് ഗുപ്തകാലത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ. CE 6-ാം നൂറ്റാണ്ടോടെ റോമ സാമ്രാജ്യം തകരുകയും ചൈനക്കാരിൽ നിന്നും പാശ്ചാത്യർ പട്ടുനിർമ്മാണ വിദ്യ പഠിക്കുകയും ചെയ്ത ശേഷം ഇന്ത്യയുടെ വിദേശ വാണിജ്യത്തിൽ വലിയ മാന്ദ്യം സംഭവിച്ചു. എന്താ പറയുന്നത്? CE 6-ാം നൂറ്റാണ്ടായപ്പോൾ റോമ സാമ്രാജ്യം തകർന്നു അല്ലേ. പിന്നീട് ചൈനക്കാരിൽ നിന്നും പാശ്ചാത്യർ എന്ത് ചെയ്തു? പട്ടുനിർമ്മാണ വിദ്യ പഠിച്ചു. അതിനുശേഷം ഇന്ത്യയുടെ വിദേശ വാണിജ്യത്തിൽ വലിയ മാന്ദ്യം സംഭവിക്കുകയാണ്. ഇത് ആഭ്യന്തര വാണിജ്യത്തെയും പ്രതികൂലമായി ബാധിച്ചു. കൈത്തൊഴിലുകാരും കരകൗശല വിദ്യക്കാരും കച്ചവടത്തിനായി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതിന് കുറവ് വന്നു. കൈത്തൊഴിലുകാരും കരകൗശല വിദ്യക്കാരും കച്ചവടത്തിനായിട്ട് മറ്റ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നതൊക്കെ കുറവ് വന്നു. അവർ ഗ്രാമങ്ങളിൽ തന്നെ ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങി. ഇത് കലകളുടെയും കൈത്തൊഴിലുകളുടെയും ഗ്രാമവൽക്കരണത്തിലേക്ക് നയിച്ചു. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഗ്രാമത്തിനുള്ളിൽ തന്നെയാണ് വരുന്നത് അല്ലേ. കച്ചവടത്തിൻ്റെ തകർച്ചയും കൈത്തൊഴിലുകളുടെ കുറവും ഗ്രാമവൽക്കരണവും പല പ്രധാന നഗരങ്ങളിലെയും തകർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ കച്ചവടത്തിൻ്റെ തകർച്ച, കൈത്തൊഴിലുകളുടെ കുറവും അതുപോലെ തന്നെ ഗ്രാമവൽക്കരണമൊക്കെ എന്തിനാണ് അവിടെ ചില പ്രധാനപ്പെട്ട നഗരങ്ങളിലെ തകർച്ചയ്ക്കാണ് കാരണമാകുന്നത് അല്ലേ. കൗസാംബി, ഹസ്തിനപുരം, അഹിഛത്രം, തക്ഷശില, അയോധ്യ, ഉജ്ജയിനി, മധുര തുടങ്ങിയ നഗരങ്ങളുടെയെല്ലാം പ്രൗഢി നഷ്ടപ്പെട്ടു. CE 5-ാം നൂറ്റാണ്ടിലെ ചൈനയിൽ നിന്നുള്ള സഞ്ചാരിയായിരുന്ന ഫാഹിയാൻ്റെ വിവരണങ്ങളിൽ വൻ നഗരങ്ങളായി വിശേഷിപ്പിച്ച പല നഗരങ്ങളും 7-ാം നൂറ്റാണ്ടിലെ ചൈനീസ് സഞ്ചാരിയായ ഹുയാൻ സാങ്ങിൻ്റെ വിവരണങ്ങളിൽ ഗ്രാമങ്ങളായാണ് വിവരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? നമുക്കറിയാം ചൈനയിൽ നിന്നൊക്കെ സഞ്ചാരികൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഫാഹിയ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ വിശേഷണങ്ങൾ, അതായത് അദ്ദേഹം എഴുതിയിട്ടുള്ളതിൽ വൻ നഗരങ്ങളായിട്ട് വിശേഷിപ്പിച്ച പല നഗരങ്ങളും പിന്നീട് ഹുയാൻ സാങ് വരുമ്പോൾ അതിൽ ഗ്രാമങ്ങളായിട്ടാണ് കാണുന്നത്. അക്കാലത്തുണ്ടായ നഗരങ്ങളെ തകർച്ചയെ സൂചിപ്പിക്കുന്നതാണ് ഈ വിവരണം. മനസ്സിലായല്ലോ. ഇനി സാമൂഹിക ജീവിതം. ഗുപ്തന്മാരുടെ കാലത്ത് രൂപം കൊണ്ട വിവിധ തൊഴിൽ കൂട്ടങ്ങളെ
നമ്മൾ പറഞ്ഞില്ലേ ശ്രേണികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ തൊഴിൽ കൂട്ടങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും കടന്നുവരവ് നിരവധി ഉപവിഭാഗങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. നിലനിന്നിരുന്ന വർണ്ണവ്യവസ്ഥയ്ക്ക് പുതുതായി ഉയർന്നു വന്ന തൊഴിൽ കൂട്ടങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു. നിലനിന്നിരുന്ന വർണ്ണവ്യവസ്ഥയ്ക്ക് പുതുതായിട്ട് ഉയർന്നു വന്ന തൊഴിൽ കൂട്ടങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു. അതായത് പ്രധാനമായിട്ടും തൊഴിൽ കൂട്ടങ്ങളുണ്ട്, അതിനുശേഷം ഉപവിഭാഗങ്ങളൊക്കെ വരാണ്. അപ്പോൾ പുതിയ തൊഴിൽ കൂട്ടങ്ങളൊക്കെ ഉൾക്കൊള്ളാനായിട്ട് കഴിയാതെ വരാണ് ആർക്ക്? വർണ്ണവ്യവസ്ഥയ്ക്ക്. എന്ന് വെച്ചാൽ ഈ സാഹചര്യത്തിൽ ഓരോ തൊഴിൽ കൂട്ടവും പുതിയ ജാതികളും ഉപജാതികളുമായിട്ട് തീരാണ്. അപ്പോൾ അവിടെ എന്താണ് ജാതി വ്യവസ്ഥ വരുന്നത് കാണാനായിട്ട് സാധിക്കും. വ്യത്യസ്ത തൊഴിൽ കൂട്ടങ്ങൾക്ക് പുറമെ അന്യദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവർ, വനങ്ങളിൽ വസിച്ചിരുന്നവർ, വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തിലൂടെ ജനിക്കുന്നവർ എന്നിവരെല്ലാം പുതിയ പുതിയ ജാതികളായി തീർന്നു. അങ്ങനെ ജാതി വ്യവസ്ഥ കൂടുതൽ സങ്കീർണമായി മാറി. അപ്പോൾ അന്യദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരുണ്ടായിരുന്നു, വനങ്ങളിൽ വസിച്ചിരുന്നവരുണ്ടായിരുന്നു, വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ ഒക്കെ അല്ലേ, ഇവർ തമ്മിലൊക്കെ വിവാഹം കഴിക്കുമ്പോൾ പുതിയ ജാതികൾ രൂപപ്പെടാണ്. അങ്ങനെ കുറേ ജാതികൾ വരാണ് അവിടെ അല്ലേ. ഇപ്രകാരം രൂപപ്പെട്ട വ്യവസ്ഥയിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നിവർക്ക് സമൂഹം കൽപ്പിച്ചിരുന്ന സ്ഥാനമാനങ്ങൾക്ക് മാറ്റം വന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോഴും ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും എന്തായിരുന്നോ സ്ഥാനം അത് തന്നെയായിരുന്നു എപ്പോഴും. 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഹുയാൻ സാങ് ശൂദ്രരെ കൃഷിക്കാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശൂദ്രരെ കൃഷിക്കാർ എന്നാണ് ആരെ വിശേഷിപ്പിച്ചത്? ഹുയാൻ സാങ് വിശേഷിപ്പിച്ചത്. ഈ വിവരണങ്ങൾ കാർഷിക സമൂഹത്തിൽ ശൂദ്രരുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. ശൂദ്രരുടെ അവസ്ഥയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇനി ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തായിരുന്ന അന്ത്യജർ എന്ന വിഭാഗത്തെ തൊട്ടുകൂടാത്തവരായി കണക്കാക്കി. ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തായിരുന്ന അന്ത്യജരെ തൊട്ടുകൂടാത്തവരായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അന്ത്യജരിൽ ഏറ്റവും താഴെയായിട്ട് കണക്കാക്കപ്പെട്ടത് ചണ്ടാലർ എന്ന ശ്മശാന പാലകരും ചർമ്മക്കാരർ എന്ന തോൽ ഊറക്കിടുന്ന വിഭാഗങ്ങളുമായിരുന്നു. ഈ അന്ത്യജർ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഏറ്റവും ഉണ്ടായിരുന്നു അതിൽ തന്നെ ഉണ്ടായിരുന്നു ഉപവിഭാഗങ്ങൾ. അതിൽ ഏറ്റവും താഴെയായിട്ടുണ്ടായിരുന്നത് ചണ്ടാലറാണ്. ചണ്ടാലറും അതുപോലെ തന്നെ ചർമ്മക്കാരറുമാണ്. ചണ്ടാലർ എന്ന് വെച്ചാൽ ശ്മശാന പാലകരാണ്. ചർമ്മക്കാരർ എന്ന് വെച്ചാൽ തോൽ ഊറക്കിടുന്ന വിഭാഗങ്ങളുമാണ്. ഇനി ഇവിടെ അനുലോമ പ്രതിലോമ വിവാഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വിവിധ ജാതികളിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹങ്ങളെക്കുറിച്ച് അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കറിയാലേ കൗടില്യനിലെ അർത്ഥശാസ്ത്രം അതിൽ പറയുന്നുണ്ട് വിവിധ ജാതികളിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച്. ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും താഴ്ന്നതായിട്ട് കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും തമ്മിലുള്ള വിവാഹം അനുലോമ വിവാഹം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അനുലോമ വിവാഹം എന്ന് വെച്ചാൽ ഉയർന്ന ജാതിയിലുള്ള പുരുഷനും താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീയും തമ്മിലുള്ള വിവാഹമാണ്. ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും താഴ്ന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും തമ്മിലുള്ള വിവാഹമാണ് പ്രതിലോമ വിവാഹം. അതായത് നമ്മൾ അനുലോമ വിവാഹത്തിൽ ഉയർന്ന ജാതിയിലുള്ള പുരുഷനല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നേരെ ഓപ്പോസിറ്റാണ് പ്രതിലോമ വിവാഹം. അതവിടെ താഴ്ന്ന ജാതിയിലുള്ള പുരുഷനാണ് വരുന്നത് അല്ലേ. താഴ്ന്ന ജാതിയിലെ പുരുഷനും ഉയർന്ന ജാതിയിലെ സ്ത്രീയുമാണ് വരുന്നത്. ഇവർ തമ്മിലുള്ള വിവാഹത്തെയാണ് പ്രതിലോമ വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അനുലോമ വിവാഹം എന്താണെന്ന് പഠിച്ചു വെച്ചിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പ്രതിലോമ വിവാഹം. ക്ലിയർ ആണല്ലോ. ഇനി സ്ത്രീകളുടെ പദവി. വകാടക റാണിയായിരുന്ന പ്രഭാവതി ഗുപ്തയെ പോലെ ചില രാജ്ഞിമാർ ആദരിക്കപ്പെട്ടിരുന്നെങ്കിലും പൊതുവെ സ്ത്രീകളുടെ നില വളരെ താഴ്ന്നതായിരുന്നു. രാജ്ഞി മുതൽ താഴോട്ട് എല്ലാ വിഭാഗം സ്ത്രീകളും പുരുഷന്മാർക്ക് വിധേയരായിരിക്കണമെന്ന് കരുതപ്പെടുന്നു. രാജ്ഞി മുതൽ താഴോട്ടുള്ള എല്ലാ വിഭാഗം സ്ത്രീകളും പുരുഷന്മാർക്ക് വിധേയരാക്കണം എന്ന് കരുതപ്പെട്ടിരുന്നു. അപ്പോൾ വാടക റാണിയായിരുന്ന പ്രഭാവതി ഗുപ്തയെ പോലെ ചില രാജ്ഞിമാർ ആദരിക്കപ്പെട്ടിരുന്നുവെങ്കിലും ചില സ്ത്രീകളുടെ നില നോക്കുകയാണെങ്കിൽ വളരെ താഴ്ന്നതാണ്. അതായത് രാജ്ഞി മുതൽ താഴോട്ട് എല്ലാ വിഭാഗം സ്ത്രീകളും പുരുഷന്മാർക്ക് വിധേയരായിരിക്കണം. ഉന്നത വിഭാഗങ്ങളിലെ സ്ത്രീക്ക് പോലും പൊതുവെ സമൂഹത്തിൽ ഉയർന്ന പദവിയോ പരിഗണനയോ ലഭിച്ചിരുന്നില്ല എന്ന് നമുക്ക് പറയാം. ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് പോലും ഭൂമിദാനം ചെയ്യപ്പെട്ടതായിട്ട് തെളിവില്ല. അപ്പോൾ സ്ത്രീകൾക്ക് എത്രയൊക്കെ ഉയർന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും സ്ത്രീകളുടെ കാര്യം എന്തായിരുന്നു, മോശമായിരുന്നു എന്ന് പറയാം. ഇനി ചണ്ടാലർ ഫാഹിയാൻ്റെ വിവരണങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ചണ്ടാലൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ശ്മശാന പാലകരാണ്. ഫാഹിയാൻ്റെ വിവരണങ്ങളിൽ ഇവരെ കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനയിൽ നിന്നുള്ള ബുദ്ധമത സഞ്ചാരിയായ ഫാഹിയാൻ ചണ്ടാലന്മാരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. നഗരത്തിലേക്കോ കമ്പാളത്തിലേക്കോ പ്രവേശിക്കുന്ന ചണ്ടാലർ ഒരു
പലകയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കണമായിരുന്നു. ഇവരുടെ വരവ് മുൻകൂട്ടി മനസ്സിലാക്കി മേൽജാതിക്കാർക്ക് മാറി നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. അതായത് ജാതി വ്യവസ്ഥയെക്കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അതായത് ഉയർന്ന ജാതിക്കാർ വരുന്നുണ്ടെങ്കിൽ എന്താണ് മാറി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇവർ എന്താണ് ഒരു മണിയല്ലേ എന്താണ് ഒരു മരപ്പലയിൽ അടിച്ചിട്ട് ശബ്ദമുണ്ടാക്കുക. അപ്പോൾ ഇവർക്ക് മനസ്സിലാകും ഇവർ വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ മാറി നിൽക്കണമായിരുന്നു. ഇനി രാഷ്ട്രം, കേന്ദ്ര അധികാരവും പ്രാദേശിക അധികാരവും. കുബേരനും വരുണനും ഇന്ദ്രനും അന്തകനും സമനായവനും തനിക്ക് പോന്ന ഒരു എതിരാളിയും ഭൂമുഖത്തിലില്ലാത്തവനും. ഗുപ്തകാലത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്ന സമുദ്രഗുപ്തനെ പറ്റിയുള്ള അലഹബാദിൽ സ്ഥിതി ചെയ്യുന്ന പ്രയാഗ പ്രശസ്തിയിൽ നിന്നുള്ള വരികളാണിവ. സമുദ്രഗുപ്തനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കുബേരനും വരുണനും ഇന്ദ്രനും അന്തകനും സമനായവനും തനിക്ക് പോന്ന ഒരു എതിരാളിയും ഭൂമുഖത്തില്ലാത്തവനും. ആരെക്കുറിച്ചാണ് പറയുന്നത്? സമുദ്രഗുപ്തനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ രാജാവിനെ ഇവിടെ ദൈവസമ്മാനമായിട്ടാണ് കണക്കാക്കിയെന്ന് മനസ്സിലായി. ഇനി വിപുലമായ അധികാരം ഉണ്ടായിരുന്നവരാണ് ഗുപ്ത രാജാക്കന്മാർ. അതോടൊപ്പം അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ അധികാരങ്ങൾ ആർക്കായിരുന്നു? ഗുപ്തന്മാർക്കായിരുന്നു. അവർക്ക് പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ആക്രമണങ്ങളിൽ നിന്നും പ്രജകളെ സംരക്ഷിക്കുക, ബ്രാഹ്മണരെയും ശ്രമണരെയും അബലരെയും സംരക്ഷിക്കുക, അതായത് ബുദ്ധജൈന വിഭാഗക്കാരെയും അബലരെയും സംരക്ഷിക്കുക, നീതി നിർവഹണം നടത്തുക എന്നിവയൊക്കെ എന്താണ്? ഗുപ്തന്മാരുടെ ചില ഉത്തരവാദിത്തങ്ങളാണ്. ഗുപ്ത രാജാക്കന്മാർ കീഴടക്കിയ പ്രദേശങ്ങളിൽ അവിടുത്തെ രാജാക്കന്മാരെ തങ്ങളുടെ സാമന്തന്മാരായി കണക്കാക്കി തുടരാൻ അനുവദിച്ചു. അവർക്ക് സ്വയം ഭരണം നൽകി. അവരുടെ ഭരണകാര്യങ്ങളിലും പിന്തുടർച്ചയിലും ഗുപ്ത രാജാക്കന്മാർ ഇടപെട്ടിരുന്നില്ല. എന്നാൽ നേരിട്ട് ഭരിച്ച പ്രദേശങ്ങളിൽ വിപുലമായ ഭരണ സംവിധാനം ഇവർ വികസിപ്പിച്ചു. അപ്പം എന്താ പറയുന്നത്? ഗുപ്ത രാജാക്കന്മാർ കീഴടക്കിയ പ്രദേശങ്ങളിൽ അവിടുത്തെ രാജാക്കന്മാരെ തങ്ങളുടെ സാമന്തന്മാരായിട്ട് കണക്കാക്കി തുടരാൻ അവരനുവദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്വയംഭരണം നൽകിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഭരണകാര്യങ്ങളിലും പിന്തുടർച്ചയിലൊന്നും ഗുപ്ത രാജാക്കന്മാർ ഇടപെട്ടിട്ടില്ല. അതായത് ഗുപ്ത രാജാക്കന്മാർ കുറേ പ്രദേശങ്ങളൊക്കെ കീഴടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ രാജാക്കന്മാരുടെ ഒരു പദവി പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഗുപ്ത രാജാക്കന്മാരാണ് അവിടെ ഭരിക്കേണ്ടത് അല്ലേ. പക്ഷേ എന്താണ്? ഗുപ്ത രാജാക്കന്മാർ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം അവർക്ക് അവരുടെ ഭരണം കൊടുത്തിട്ടുണ്ടായിരുന്നു നേരിട്ട്. പക്ഷേ ഇവർ നേരിട്ട് ഭരിച്ച പ്രദേശങ്ങളുണ്ടല്ലോ, ഗുപ്ത രാജാക്കന്മാർ നേരിട്ട് ഭരിച്ച പ്രദേശങ്ങളിൽ അവിടുത്തെ അധികാരം മൊത്തം ആർക്ക് തന്നെയായിരുന്നു? ഗുപ്തന്മാർക്കായിരുന്നു. ഇനി ഇവിടെ നിന്നാണ് ഗുപ്തകാലത്തെ ഗ്രാമഭരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഗുപ്തകാലത്തെ ഗ്രാമഭരണം നടത്തിയിരുന്നത് ഗ്രാമപതി അഥവാ ഗ്രാമാധ്യക്ഷനായിരുന്നു. ഗ്രാമപതി അഥവാ ഗ്രാമാധ്യക്ഷനാണ്. ഗ്രാമവൃദ്ധർ എന്നറിയപ്പെട്ടിരുന്ന ഗ്രാമമുഖ്യരുടെ സംഘമാണ് ഗ്രാമത്തിലെ തർക്കങ്ങൾ തീർത്തിരുന്നത്. ഗ്രാമവൃദ്ധർ എന്നറിയപ്പെട്ടിരുന്ന ഗ്രാമമുഖ്യരുടെ സംഘമാണ് ഗ്രാമത്തിലെ തർക്കങ്ങൾ തീർത്തിട്ടുണ്ടായിരുന്നത്. ഗ്രാമത്തിൽ പ്രധാന ജനവിഭാഗം ആരാണ്? കർഷകരാണ്. മരപ്പണിക്കാർ, നെയ്ത്തുകാർ, കാലി മേയ്ക്കുന്നവർ എന്നിവരും ഉണ്ടായിരുന്നു. ഇവരുടെ സംഘങ്ങൾക്കും ഗ്രാമഭരണത്തിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഇനി പ്രശസ്തികൾ നോക്കാം. പുരാതന കാലത്തെ ഇന്ത്യൻ രാജാക്കന്മാർ അവരുടെ നേട്ടങ്ങൾ ഘോഷിക്കാനായി കല്ലിൽ കൊത്തിവെച്ച ലിഖിതങ്ങളാണ് പ്രശസ്തികൾ. എന്താണ് പ്രശസ്തികൾ എന്ന് വെച്ചാൽ പഴയ കാലത്ത് രാജാക്കന്മാർ ഇവരുടെ നേട്ടങ്ങളൊക്കെ എല്ലാവർക്കും അറിയിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇവർ കല്ലിൽ എന്ത് ചെയ്യും? കൊത്തിവെക്കും, ലിഖിതങ്ങളൊക്കെ കൊത്തിവെക്കും. അതിനെയാണ് പ്രശസ്തികൾ എന്ന് പറയുന്നത്. അറിയപ്പെട്ടതിൽ ഏറ്റവും ആദ്യത്തേത് CE 2-ാം നൂറ്റാണ്ടിൽ കൊത്തിവെക്കപ്പെട്ട രുദ്രനാമൻ്റെ ജുനഗഡ് പ്രശസ്തിയാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രശസ്തി അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു പ്രശസ്തി ചോദിക്കുകയാണെങ്കിൽ രുദ്രനാമൻ്റെ ജുനഗഡ് പ്രശസ്തിയാണ്. ഇനി അശോക ചക്രവർത്തിയുടെ ജുനഗഡ് ശാസനത്തിൻ്റെ ഒരു ഭാഗത്തായാണ് ഈ പ്രശസ്തി കൊത്തിവെച്ചിരിക്കുന്നത്. അശോക ചക്രവർത്തിയുടെ ജുനഗഡ് ശാസനത്തിനടുത്തായിട്ടാണ് ഈ ഒരു പ്രശസ്തിയും കാണാനായിട്ട് സാധിക്കുക. രാജാവിനെ പ്രശംസിക്കുക, അദ്ദേഹത്തിൻ്റെ യുദ്ധ നേട്ടങ്ങളെ പ്രകീർത്തിക്കുക തുടങ്ങിയവയായിരുന്നു ഈ പ്രശസ്തികളുടെ പ്രത്യേകതകൾ. അതായത് രാജാവിനെ പുകഴ്ത്താം അല്ലേ. രാജാവിനെ പുകഴ്ത്തിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ യുദ്ധ നേട്ടങ്ങളൊക്കെ കുറിച്ച് പറയാമെന്ന് പറയുന്നതാണ് ഇതിലെ പ്രശസ്തി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. പ്രശസ്തി എഴുതുന്ന രീതി പുതിയ രൂപത്തിൽ ദക്ഷിണേന്ത്യയിലെ ചോള, രാഷ്ട്രകൂട, ചാലൂക്യ, പല്ലവ രാജാക്കന്മാരും പിന്തുടർന്നിരുന്നു. അതിശയോക്തി ഉണ്ടാകുമെങ്കിലും ഒരു ഭരണകർത്താവിനെ പറ്റിയുള്ള ചരിത്രരേഖകൾ എന്ന നിലയിൽ ഇവ നമ്മെ സഹായിക്കുന്നുണ്ട്. ഇനി പ്രയാഗ പ്രശസ്തി. ഗുപ്തരാജാവായ സമുദ്രഗുപ്തൻ്റെ ആക്രമണങ്ങൾ, യുദ്ധവിജയങ്ങൾ എന്നിവയെ പ്രകീർത്തിച്ചുകൊണ്ട് കൊത്തിവെച്ചതാണ് പ്രയാഗ പ്രശസ്തി. അപ്പോൾ പ്രയാഗ പ്രശസ്തി എന്ന് പറയുമ്പോൾ സമുദ്രഗുപ്തനുമായി ബന്ധപ്പെട്ടതാണ്. സമുദ്രഗുപ്തൻ്റെ ആക്രമണങ്ങളും യുദ്ധവിജയങ്ങളും ഒക്കെ ആണ് ഇതിൽ പറയുന്നത്. ഇനി ഇത് അലഹബാദ് പ്രശസ്തി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പ്രയാഗ പ്രശസ്തി എന്നും അലഹബാദ് പ്രശസ്തി എന്നും അറിയപ്പെടുന്നുണ്ട്. സമുദ്രഗുപ്തൻ വടക്ക് നേപ്പാൾ മുതൽ തെക്ക് തമിഴ്നാടിൻ്റെ പ്രദേശങ്ങൾ വരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനെ ഈ പ്രശസ്തിയിൽ പ്രകീർത്തിക്കുന്നു.
ഗുപ്ത സദസ്സിലെ രാജകവിയായിരുന്ന ഹരിസേനനാണ് സംസ്കൃത ഭാഷയിൽ ഈ പ്രശസ്തി എഴുതിയത്. ഗുപ്ത സദസ്സിലെ രാജകവിയായിരുന്ന ഹരിസേനനാണ് സംസ്കൃത ഭാഷയിൽ ഈ പ്രശസ്തി എഴുതിയത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് കലയും സാഹിത്യവും. ഗുപ്ത കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ വികാസങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഇതിനോട് അനുയോജ്യമായി നിൽക്കുന്ന രീതിയിൽ ഇക്കാലഘട്ടത്തിൽ കലയും സംസ്കൃത സാഹിത്യവും വളർന്നു വന്നു. വാസ്തുശില്പവിദ്യയായിരുന്നു കലാരംഗത്ത് ഏറ്റവും പുരോഗതി പ്രാപിച്ചത്. നിരവധി ക്ഷേത്രങ്ങൾ ഇക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു. ഇവയുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് പറയുന്നത്. ഗുപ്ത കാലഘട്ടത്തിൽ സാമൂഹിക രാഷ്ട്രീയ വികാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അതിനോടൊപ്പം തന്നെ കലയും സംസ്കൃത സാഹിത്യവും വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വാസ്തുശില്പവിദ്യയാണ് കലാരംഗത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പുരോഗതി പ്രാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നിരവധി ക്ഷേത്രങ്ങളും ഇക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു. ഈ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചിട്ടുള്ള ക്ഷേത്ര നിർമ്മിതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊത്തുപണികളും ഉണ്ടായിരുന്നു. എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ദശാവതാര ക്ഷേത്രം ദേവ്ഗഡ് ഉത്തർപ്രദേശ്, തിഗാവയിലെ വിഷ്ണു ക്ഷേത്രം മധ്യപ്രദേശ്, നാച്ചന കുത്താര പാർവതി ക്ഷേത്രം പന്ന മധ്യപ്രദേശ്. ലോകപ്രശസ്തമായ അജന്തയിലെ ഗുഹാചിത്രങ്ങളിൽ ഗുപ്തകാലത്ത് തയ്യാറാക്കപ്പെട്ടവയുമുണ്ട്. ലോകപ്രശസ്തമായിട്ടുള്ള അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇത് മഹാരാഷ്ട്രയിലാണ്. ഇവിടെ ഗുപ്തകാലത്ത് തയ്യാറാക്കപ്പെട്ടവയുമുണ്ട്. രാജകീയ ജീവിതം, രാജസദസ്സ്, അതിമാനുഷ ജീവികൾ എന്നിവ ഇവയിൽ ചിത്രീകരണ വിഷയമാകുന്നുണ്ട്. അവയിൽ രാമായണ മഹാഭാരത രംഗങ്ങളും ഇതിവൃത്തങ്ങളാണ്. അനേകം നൂറ്റാണ്ടുകളെ അതിജീവിച്ച് ഇന്നും ഭംഗിയായി നിലനിൽക്കുന്ന ഈ ചിത്രങ്ങൾ ഏറെയും തയ്യാറാക്കപ്പെട്ടത് പ്രകൃതിദത്ത വർണ്ണങ്ങൾ കൊണ്ടാണ്. ഗുപ്തഭരണകാലത്ത് സംസ്കൃത സാഹിത്യത്തിന് രാജകീയ പ്രോത്സാഹനം ലഭിച്ചു. സംസ്കൃത സാഹിത്യത്തിന് രാജകീയ പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. സംസ്കൃതം ഭരണഭാഷയായിരുന്നു. പാലി പോലെ ജനകീയ ഭാഷ ഉപയോഗിച്ചിരുന്ന ബുദ്ധമതക്കാർ പോലും സംസ്കൃതത്തിൽ രചനകൾ നടത്തി. രാമായണവും മഹാഭാരതവും മിക്ക പുരാണങ്ങളും ചിട്ടപ്പെടുത്തിയത് ഇക്കാലത്താണ്. എന്താ പറയുന്നത്? ഗുപ്തഭരണകാലത്ത് ഈ സംസ്കൃത ഭാഷയ്ക്ക് കുറച്ചുകൂടി പ്രോത്സാഹനം നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ ഭരണഭാഷ തന്നെ എന്തായിരുന്നു? സംസ്കൃതമായിരുന്നു. അപ്പോൾ ഈ സംസ്കൃതത്തിലെ കുറേ രചനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ബുദ്ധമതക്കാർ പോലും ഈ രചനകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്ക പുരാണങ്ങൾ, അതായത് രാമായണം, മഹാഭാരതം പോലെയുള്ള മറ്റു പുരാണങ്ങളൊക്കെ രൂപപ്പെട്ടത് ഈ സംസ്കൃത ഭാഷയിലാണ്. സംസ്കൃത ഭാഷയിൽ നാടകങ്ങൾ, കാവ്യങ്ങൾ, വ്യാകരണം, നിഘണ്ടു തുടങ്ങിയവ രചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ. ഇനി ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, ഈ ഒരു ടേബിൾ PSC പഠിക്കുന്നവർക്കാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. അഭിജ്ഞാന ശാകുന്തളം ആരുടേതാണ്? കാളിദാസൻ്റേതാണ് അല്ലേ? അഭിജ്ഞാന ശാകുന്തളം കാളിദാസൻ്റേതാണ്. ഈ അഭിജ്ഞാന ശാകുന്തളം എന്താണ്? നാടകമാണ്. ഇനി കുമാരസംഭവം കാളിദാസൻ്റെ ആണ്, കാവ്യമാണ്. അപ്പോൾ അഭിജ്ഞാന ശാകുന്തളവും കുമാരസംഭവം ആരുടേതാണ്? കാളിദാസൻ്റേതാണ്. അഭിജ്ഞാന ശാകുന്തളം നാടകമാണ്, കുമാരസംഭവം കാവ്യമാണ്. ഇനി മൃച്ഛകടികം എന്താണ്? ശൂദ്രകനാണ് എഴുതിയത് അല്ലേ? ശൂദ്രകനാണ് മൃച്ഛകടികം എഴുതിയത്. ഇനി അത് നാടകമാണ്. ഇനി എന്താണ്? സ്വപ്നവാസവദത്തം ദാസനാണ് ഗ്രന്ഥകർത്താവ്, അതെന്താണ്? നാടകമാണ്. ഇനി തൃക്കാണ്ടി ഭർതൃഹരിയാണ് ഗ്രന്ഥകർത്താവ് ചോദിക്കുകയാണെങ്കിൽ തൃക്കാണ്ടി ഭർതൃഹരിയാണ്. സാഹിത്യ വിഭാഗം വ്യാകരണം. അമരകോശം ഗ്രന്ഥകർത്താവ് അമരസിംഹൻ, സാഹിത്യ വിഭാഗം നിഘണ്ടു. അപ്പോൾ അഭിജ്ഞാന ശാകുന്തളം കാളിദാസൻ നാടകം, കുമാരസംഭവം കാളിദാസൻ കാവ്യം, മൃച്ഛകടികം ശൂദ്രകൻ നാടകം, സ്വപ്നവാസവദത്തം ബാസൻ അല്ലേ? നേരത്തെ പറഞ്ഞ ബാസൻ തന്നെയല്ലേ? ഇനി സ്വപ്നവാസവദത്തം ബാസൻ നാടകം, തൃക്കാണ്ടി ഭർതൃഹരി വ്യാകരണം, അമരകോശം അമരസിംഹൻ നിഘണ്ടു. സ്വപ്നവാസവദത്തം ബാസൻ നാടകം, തൃക്കാണ്ടി ഭർതൃഹരി വ്യാകരണം, അമരകോശം അമരസിംഹൻ എന്നുള്ളത് എല്ലാവർക്കും കിട്ടും അല്ലേ? അഭിജ്ഞാന ശാകുന്തളം ഫെമിലിയർ ആണ്. അഭിജ്ഞാന ശാകുന്തളം കുമാരസംഭവം കാളിദാസൻ, ഇനി മൃച്ഛകടികം ശൂദ്രകൻ, സ്വപ്നവാസവദത്തം ബാസൻ, തൃക്കാണ്ടി ഭർതൃഹരി. സംസ്കൃത നാടകങ്ങൾ ലോകപ്രസിദ്ധമാണെങ്കിലും അവ അവതരിപ്പിക്കുമ്പോൾ ഉന്നത പുരുഷ കഥാപാത്രങ്ങൾ മാത്രമേ സംസ്കൃത ഭാഷ സംസാരിച്ചിരുന്നുള്ളൂ. രാജ്ഞി അടക്കമുള്ള സ്ത്രീകളും താഴ്ന്നതായി കണക്കാക്കപ്പെട്ട ജാതികളിലെ പുരുഷ കഥാപാത്രങ്ങളും പ്രാകൃത ഭാഷ പറയണമായിരുന്നു. അപ്പോൾ ഈ സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ഒരു മൂല്യമുള്ളൊരു ഭാഷയായിരുന്നു എന്ന് പറയാം അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? ഈ പുരുഷന്മാർക്ക് മാത്രം സംസാരിക്കും, പുരുഷന്മാർക്ക് മാത്രമെന്നല്ല, ഈ ഉന്നത പുരുഷ കഥാപാത്രങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു നാടകങ്ങളിൽ പോലും ഈ സംസ്കൃത ഭാഷ
സംസ്കൃത ഭാഷ സംസാരിക്കാനായിട്ട് പാടുള്ളൂ. നേരെ മറിച്ച് സ്ത്രീകളാണെന്നുണ്ടെങ്കിലും, അതായത് ഉന്നത സ്ത്രീ ആണെന്നുണ്ടെങ്കിലും, അതായത് സ്ത്രീകൾ മൊത്തം നമ്മൾ പറഞ്ഞില്ലേ താഴ്ന്നവരായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും താഴ്ന്ന പുരുഷന്മാർക്കാണെങ്കിലും സംസ്കൃത ഭാഷ ഒന്നും സംസാരിക്കാൻ പാടില്ല. അവരൊക്കെ ഏത് ഭാഷയാണ്? പ്രാകൃത ഭാഷയാണ് സംസാരിക്കുന്നത് നാടകങ്ങളിലൊക്കെ അല്ലേ. ഇന്ത്യൻ തത്വചിന്തയ്ക്ക് അടിസ്ഥാനമിട്ട ചില ദർശനങ്ങളും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. ഷഡ് ദർശനങ്ങൾ എന്നറിയപ്പെട്ട ഇവ പരസ്പര സംവാദങ്ങളിലൂടെയാണ് രൂപപ്പെട്ടു വന്നത്. അപ്പോൾ ഇന്ത്യൻ തത്വചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള ചില ദർശനങ്ങളും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇതിനെ ഷഡ് ദർശനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ഷഡ് ദർശനങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ഈ ദർശനവും വക്താവും നമുക്ക് തന്നിട്ടുണ്ട്. സാംഖ്യ കപിലൻ. എനിക്ക് തോന്നുന്നു PSC പഠിച്ചവർക്ക് PYQ നോക്കുമ്പോൾ ഈ ഒരു സാംഖ്യ ചോദിച്ച് കണ്ടിട്ടുണ്ട് അല്ലേ, കണ്ടിട്ടില്ലേ? സാംഖ്യ കപിലൻ. ഇനി യോഗ പതഞ്ജലി, ന്യായ ഗൗതമൻ, വൈശേഷിക കണാദൻ. വൈശേഷിക സൂത്രമൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, കണാദ മുനിയുടെ എന്നൊക്കെ പഠിച്ചിട്ട്. അപ്പോൾ വൈശേഷിക കണാദൻ, വേദാന്ത ബാദരായണ, മീമാംസ ജൈമിനി. മീമാംസ, ജാതി മീമാംസ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അതാരുടേതാണ്? ഏതോ നവോദയ നായകൻ്റെ ആയിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് മീമാംസ, എന്താണ് ജൈമിനി. അപ്പോൾ സാംഖ്യ കപിലൻ, യോഗ പതഞ്ജലി, ന്യായ ഗൗതമൻ, വൈശേഷിക കണാദൻ, വേദാന്ത ബാദരായണ, മീമാംസ ജൈമിനി. സാംഖ്യ കപിലൻ, യോഗ പതഞ്ജലി, ന്യായ ഗൗതമൻ, വൈശേഷിക കണാദൻ, വേദാന്ത ബാദരായണ, മീമാംസ ജൈമിനി. നെക്സ്റ്റ് ശാസ്ത്രം. ഗുപ്തകാലത്ത് ശാസ്ത്രഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരുന്നു. ഇവ പ്രധാനമായും ജ്യോതിശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം എന്നീ മേഖലകളായിരുന്നു. വരാഹമിഹിരൻ്റെ ബൃഹത്ത് സംഹിത, ആര്യഭടൻ്റെ ആര്യഭടീയം, അമരസിംഹൻ്റെ അമരകോശം ഇക്കാലത്ത് രചിക്കപ്പെട്ട പ്രധാന ശാസ്ത്രഗ്രന്ഥങ്ങളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ശാസ്ത്രഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? വരാഹമിഹിരൻ്റെ ബൃഹത്ത് സംഹിത, ആര്യഭടൻ്റെ ആര്യഭടീയം, അമരസിംഹൻ്റെ അമരകോശം. ഇനി ലോഹ സംസ്കരണം. സി 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഡൽഹിക്കടുത്ത് മഹ്റൗളിയിൽ നിൽക്കുന്ന ഇരുമ്പു സ്തംഭം അക്കാലത്തെ ലോഹ സംസ്കരണ സാങ്കേതിക വിദ്യയ്ക്ക് ഉദാഹരണമാണ്. നൂറ്റാണ്ടുകളായി മഴയും വെയിലും ഏറ്റു നിൽക്കുന്ന ഈ ഇരുമ്പു സ്തംഭം ഇപ്പോഴും തുരുമ്പിക്കാതെ നിലനിൽക്കുന്നു. അപ്പോൾ സി 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഡൽഹിക്കടുത്ത് മഹ്റൗളിൽ നിൽക്കുന്ന ഇരുമ്പു സ്തംഭം അക്കാലത്തെ ലോഹ സംസ്കരണ സാങ്കേതിക വിദ്യയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇരുമ്പു സ്തംഭം നമുക്ക് ചോദിക്കാം, ചിലപ്പോൾ ഓപ്ഷനൊക്കെ തന്നിട്ട് ഏതാണ്? ഡൽഹിയിലെ മഹ്റൗളിൽ നിൽക്കുന്നതാണ്. നൂറ്റാണ്ടുകളായി മഴയും വെയിലും ഏറ്റു നിൽക്കുന്ന ഈ ഇരുമ്പു സ്തംഭം ഇപ്പോഴും തുരുമ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇനി ദക്ഷിണേന്ത്യയിലേക്ക്. ഗുപ്ത രാജാക്കന്മാർ ബ്രാഹ്മണർക്ക് ഭൂമിദാനം നൽകിയതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. സി 6-ാം നൂറ്റാണ്ടോടെ ഭൂമിദാനം ചെയ്യുന്ന പതിവ് ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിച്ചു. ഇതിന് കാരണം ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്കുള്ള ബ്രാഹ്മണരുടെ കുടിയേറ്റമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ബ്രാഹ്മണർക്ക് ഭൂമിദാനമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആര്? ഗുപ്തന്മാരല്ലേ. പിന്നീട് ഇത് ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിക്കാണ് കാരണം എന്താണ്? അവിടെ നിന്ന് ബ്രാഹ്മണരെ എങ്ങോട്ടേക്ക്, ഉത്തരേന്ത്യയിൽ നിന്നും ഈ ബ്രാഹ്മണന്മാർ ദക്ഷിണേന്ത്യയിലേക്ക് വരാണ്. അങ്ങനെയാണ് ഈ ഒരു ഭൂമിദാനം കൈമാറ്റം വരുന്നത്. പല്ലവരും പാണ്ഡ്യന്മാരുമായിരുന്ന ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട രാജവംശങ്ങൾ. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട രാജവംശങ്ങൾ ആരൊക്കെയാണ്? പല്ലവരും പാണ്ഡ്യന്മാരുമാണ്. അവർ ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും ഭൂമി ദാനം ചെയ്തു. ഇതിന്റെ ഫലമായി ദക്ഷിണേന്ത്യയിലെ സമൂഹത്തിലും സമ്പദ്വ്യവസ്ഥയിലും ബ്രാഹ്മണർക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചു. ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്തത് ഈ പ്രദേശങ്ങളിൽ കൃഷി വികസിക്കുന്നതിന് കാരണമായി. മുമ്പ് സൂചിപ്പിച്ചിരുന്ന പോലെ ബ്രാഹ്മണർക്ക് കൃഷിയുടെ സാങ്കേതിക വിദ്യയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ഉണ്ടായിരുന്ന അറിവ് കൃഷിയുടെ വ്യാപനത്തിന് സഹായകമായി. രാജാക്കന്മാരും ഗ്രാമഭരണകൂടങ്ങളും ജലസംഭരണികൾ നിർമ്മിച്ചും ജലസേചന സംവിധാനമൊരുക്കിയും കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. ബ്രാഹ്മണരുടെ നേതൃത്വത്തിലായിരുന്ന ക്ഷേത്രങ്ങളുടെ ഇടപെടലിന്റെ ഫലമായി പല്ലവ രാജ്യത്ത് കാർഷിക പുരോഗതി ഉണ്ടായിരുന്നു. കൃഷിയിൽ ഉൽപാദന മിച്ചം വ്യാപാരത്തിന്റെ പുരോഗതിക്ക് കാരണമായി. ആഭ്യന്തര വ്യാപാരത്തിനോടൊപ്പം സമുദ്ര വ്യാപാരവും വളർന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു കൃഷിയുടെ വ്യാപനത്തെ കുറിച്ചിട്ട്.
അപ്പോൾ ദക്ഷിണേന്ത്യയിലും അവർ എന്ത് ചെയ്യാണ്, വിപുലമാക്കുകയാണ് അല്ലേ, കൃഷി വിപുലമാക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അവിടെ എന്താണ് കുറച്ച് പാതകളൊക്കെ അല്ലേ നമുക്കിത് ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനായിട്ടും അല്ലെങ്കിൽ വ്യാപാര ബന്ധങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സമുദ്ര പാതകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്ന് അത് ഇവിടെ പറയുന്നുണ്ട്. സമുദ്ര വ്യാപാരം വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഹാബലിപുരം പല്ലവരുടെ തിരക്കേറിയ തുറമുഖമായിരുന്നു. മഹാബലിപുരമാണ് പല്ലവരുടെ തിരക്കേറിയ തുറമുഖം. നാഗപട്ടണമാണ് മറ്റൊരു തുറമുഖം. പാണ്ഡ്യ രാജ്യത്തെ വ്യാപാരത്തിന്റെ സവിശേഷതയായിരുന്നു വണിക സമൂഹങ്ങൾ. ഉത്തരേന്ത്യയിൽ ശ്രേണികൾ എന്നറിയപ്പെട്ട കച്ചവട കൂട്ടായ്മകൾ ദക്ഷിണേന്ത്യയിൽ വണിക സമൂഹങ്ങൾ എന്നറിയപ്പെട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, ഉത്തരേന്ത്യയിൽ എന്താണ് ഈ കച്ചവടക്കാരുടെ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. ഇവയെ നമ്മൾ എന്നറിയപ്പെട്ടിരുന്നത് ശ്രേണികൾ എന്നൊക്കെയാണ്, ശ്രേണി ഗിൽഡുകൾ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നതെന്ന് പറഞ്ഞു. അതിന് നേരെ മറിച്ച് ദക്ഷിണേന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടങ്ങളെയാണ് വണിക സമൂഹങ്ങൾ എന്നറിയപ്പെടുന്നത്. വണിക സമൂഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓരോ ഉൽപ്പന്നത്തിൻ്റെയും വ്യാപാരത്തിൽ ഓരോ വണിക സംഘം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഓരോ ഉൽപ്പന്നത്തിൻ്റെയും വ്യാപാരത്തിൽ ഓരോ വണിക സംഘവും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇനി ബ്രഹ്മസം അഥവാ ബ്രഹ്മോദയം. ആരാണ് ബ്രഹ്മസം അല്ലെങ്കിൽ ബ്രഹ്മോദയം വെച്ചാൽ എന്താണ്? ഒരു കൂട്ടം ബ്രാഹ്മണർക്ക് ദാനമായി നൽകുന്ന ഭൂമിയെയാണ് ബ്രഹ്മദേയം എന്ന് വിളിക്കുന്നത്. ബ്രാഹ്മണർക്ക് ദാനമായിട്ട് നൽകുന്ന ഭൂമിയെ ബ്രഹ്മദേയം എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മസം എന്നാണ് വിളിക്കുന്നത്. എന്താണ് അഗ്രഹാരം? ബ്രാഹ്മണ ഗ്രാമങ്ങൾ അഗ്രഹാരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രാഹ്മണ ഗ്രാമങ്ങളെയാണ് അഗ്രഹാരം എന്ന് പറയുന്നത്. ദേവസ്വം അഥവാ ദേവദാനം. ദേവന് അഥവാ ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ഭൂമിയെ ദേവദാനം അല്ലെങ്കിൽ ദേവസ്വം എന്നറിയപ്പെട്ടു. ക്ഷേത്രം നടത്തിപ്പുകാരാണ് ഈ ഭൂമി നോക്കി നടത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ 3 ടേം പറഞ്ഞു. ബ്രഹ്മസം എന്ന് വെച്ചാൽ എന്താണ്? ബ്രഹ്മസം എന്ന് വെച്ചാൽ ബ്രാഹ്മണർക്ക് ദാനമായിട്ട് നൽകുന്ന ഭൂമിയാണ് ബ്രഹ്മസം അല്ലെങ്കിൽ ബ്രഹ്മോദയം എന്ന് പറയുന്നത് അല്ലേ, ബ്രഹ്മദേയം എന്നറിയപ്പെടുന്നത്. ഇനി അഗ്രഹാരം എന്ന് വെച്ചാൽ ബ്രാഹ്മണരുടെ ഗ്രാമങ്ങളെയാണ് അഗ്രഹാരം എന്നറിയപ്പെടുന്നത്. ദേവസ്വം എന്ന് വെച്ചാൽ ദേവന് കൊടുക്കുന്ന അതായത് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ദേവന് അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ഭൂമിയാണ് ദേവസ്വം അല്ലെങ്കിൽ ദേവദാനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലുള്ള ആൾക്കാർ തന്നെയാണ് അല്ലേ, ക്ഷേത്ര നടത്തിപ്പുകാർ തന്നെയാണ് ഈ ഭൂമിയെ നോക്കിയിരുന്നത്. ഇനി ഇവിടെ നഗരത്താർമാർ വ്യാപാരികളായിരുന്നു. ഇവിടുത്തെ നഗരത്താർമാർ വ്യാപാരികളായിരുന്നു. കുരുമുളക്, ചന്ദനം, സ്വർണം, മുത്ത് എന്നിവയായിരുന്നു പാണ്ഡ്യരുടെ പ്രധാനപ്പെട്ട കയറ്റുമതി ഇനങ്ങൾ. പാണ്ഡ്യരുടെ പ്രധാനപ്പെട്ട കയറ്റുമതി ഇനങ്ങളാണ് കുരുമുളക്, ചന്ദനം, സ്വർണം, മുത്ത് എന്നിവ. കോർക്കൈ, കായൽപട്ടണം, പെരിയപട്ടണം മുതലായ തുറമുഖങ്ങൾ വഴി റോമൻ, ഗ്രീക്ക്, ചൈനീസ്, അറബി വ്യാപാരികളുമായി പാണ്ഡ്യർ കച്ചവടം നടത്തിപ്പോന്നു. കൃഷിയുടെ വ്യാപനവും വ്യാപാര വളർച്ചയും വ്യത്യസ്ത തൊഴിലുകളും പല്ലവ പാണ്ഡ്യ രാജ്യങ്ങൾക്ക് നികുതി മാർഗങ്ങളായി മാറി. ഭൂനികുതിയായിരുന്നു പ്രധാനം. ഇത് വിളവിൻ്റെ 1/10 മുതൽ 1/6 വരെ നൽകണമായിരുന്നു. വ്യത്യസ്ത തൊഴിലുകൾ ചെയ്യുന്നവർ നികുതി അടയ്ക്കണമായിരുന്നു. ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ബ്രഹ്മദേയം, ബ്രാഹ്മണർ താമസമാക്കിയ അഗ്രഹാരം എന്നിവയ്ക്ക് ഭൂനികുതി ഒഴിവാക്കിയിരുന്നു. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പ്രധാനമായിട്ടും നഗരത്താർമാരാണ് വ്യാപാരികൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ കുരുമുളക്, ചന്ദനം, സ്വർണം മുത്ത് എന്നിവയൊക്കെയാണ് പാണ്ഡ്യന്മാർ പ്രധാനമായിട്ടും. പിന്നെ കോർക്കൈ, കായൽപട്ടണം, പെരിയപട്ടണം മുതലായ തുറമുഖങ്ങൾ വഴി റോമൻ, ഗ്രീക്ക്, ചൈനീസ്, അറബി വ്യാപാരികളുമായിട്ടും ആര് കച്ചവടം നടത്തുന്നുണ്ട്? പാണ്ഡ്യർ അല്ലേ, പാണ്ഡ്യർ കച്ചവടം നടത്തുന്നുണ്ട്. കൃഷിയുടെ വ്യാപനം, വ്യാപാര വളർച്ചയൊക്കെ വ്യത്യസ്ത തൊഴിലുകളും പല്ലവ പാണ്ഡ്യ രാജ്യങ്ങൾക്ക് നികുതി മാർഗങ്ങളായിട്ട് മാറി. എന്ന് വെച്ചാൽ എന്താണ്? ഇവരൊക്കെ എന്താണ്? നികുതി നൽകണമായിരുന്നു അല്ലേ, ഭൂനികുതി നൽകണമായിരുന്നു. 1/10 മുതൽ 1/6 വരെ നൽകണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ ബ്രഹ്മധേയം, അതുപോലെ തന്നെ എന്താണ് അഗ്രഹാരം എന്നിവരൊക്കെ പറഞ്ഞല്ലോ അല്ലേ, ഈ ബ്രാഹ്മണന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലേ, ഇവർക്കൊന്നും എന്താണ് നികുതി നൽകണമെന്നില്ല. ഇവരൊന്നും നികുതി നൽകണമെന്നില്ല. പല്ലവ പാണ്ഡ്യ പ്രദേശങ്ങളിലെ സമൂഹം ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്നു. ബ്രഹ്മധേയങ്ങൾ എന്ന പേരിൽ ധാരാളമായി ഭൂമിദാനം ലഭിച്ച ബ്രാഹ്മണർ സമ്പന്നരും സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളവരായിരുന്നു. അപ്പോൾ കൂടുതൽ ദാനം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ബ്രാഹ്മണർക്കാണ്. അപ്പോൾ അവർ തന്നെയാണ് സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥിതിയിലുണ്ടായിരിക്കുക അല്ലേ. കീഴ്ജാതികളായി കണക്കാക്കപ്പെട്ടവർ പല അവശതകളും അനുഭവിച്ചിരുന്നു. വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തുള്ള വിഭാഗങ്ങളും ഉണ്ടായിരുന്നു. പല്ലവ പാണ്ഡ്യ ദേശങ്ങളിൽ ഗ്രാമ സ്വയം ഭരണം നിലനിന്നിരുന്നു. ഗ്രാമ കോടതികൾ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം, നീതിന്യായം എന്നിവ നടപ്പാക്കലും ഒരുമിച്ച് കൂടി ചർച്ച ചെയ്ത തർക്കങ്ങൾ തീർപ്പാക്കലും ഉണ്ടായിരുന്നു. ഇവയിലൊന്നും തന്നെ രാജാക്കന്മാർ ഇടപെട്ടിരുന്നില്ല. ആചാരങ്ങൾ, ആരാധനാക്രമങ്ങൾ, ജാതി നിയമങ്ങൾ ഇവയിലും രാജാക്കന്മാർ കൈകടത്തിയിരുന്നില്ല. അപ്പോൾ പല്ലവ പാണ്ഡ്യ പ്രദേശങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാമ സ്വയം ഭരണം ഉണ്ടായിരുന്നു, കോടതികൾ ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസം, നീതിന്യായം എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ രാജാക്കന്മാർ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല. ജാതിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ശരി, അല്ലെങ്കിൽ ആരാധനാക്രമങ്ങൾ, ആചാരങ്ങൾ ഇവയുടെ കാര്യത്തിലൊന്നും ആരും ഇടപെട്ടിട്ടില്ല. നമ്മുടെ രാജാക്കന്മാരെ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല.
ഇനി മുൻ പാഠഭാഗത്ത് പരിചയപ്പെട്ട ജൈനമതവും ബുദ്ധമതവും പല്ലവരുടെ കാലത്തിന് മുമ്പ് ദക്ഷിണേന്ത്യയിൽ വളരെ സജീവമായിരുന്നു. എന്നാൽ ബ്രാഹ്മണരുടെ അധികാരം വളർന്നതോടെ ഈ മതങ്ങൾ ക്ഷയിച്ചു. അപ്പോൾ ആദ്യം ഈ ജൈനവും മതം ബുദ്ധമതമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പല്ലവ പാണ്ഡ്യന്മാരൊക്കെ വരുന്നുണ്ടല്ലേ. പക്ഷെ എന്താണ് ഈ രാജാക്കന്മാരൊക്കെ വന്നല്ലോ, അല്ലെങ്കിൽ ബ്രാഹ്മണർ നന്നായിട്ട് വന്ന സമയത്ത് ഈ ജൈനമതം ബുദ്ധമതമൊക്കെ നശിക്കുകയാണ്. പല്ലവരും പാണ്ഡ്യരും ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ഭക്തി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ബ്രാഹ്മണ മതത്തിൻ്റെയും ഭക്തിയുടെയും ആശയങ്ങളാണ് അക്കാലത്തെ ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിൽ പ്രതിഫലിച്ചത്. പല്ലവർ സംസ്കൃത സാഹിത്യത്തെ പ്രോത്സാഹിപ്പിച്ചു. ബ്രാഹ്മണ മതത്തിൻ്റെയും ഭക്തിയുടെയും ആശയങ്ങളാണ് അക്കാലത്തെ ദക്ഷിണേന്ത്യൻ സമൂഹത്തിൽ പ്രതിഫലിച്ചത്. പല്ലവർ സംസ്കൃത സാഹിത്യത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പല്ലവ രാജാവായ മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ സംസ്കൃത പണ്ഡിതനായിരുന്നു. പിന്നെ എന്താണ് മത്തവിലാസ പ്രഹസനം അദ്ദേഹം രചിച്ച കൃതിയാണ്. മത്തവിലാസ പ്രഹസനം അദ്ദേഹം രചിച്ച കൃതിയാണ്. ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങൾ അക്കാലത്തെ ജനജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിരുന്നു. ക്ഷേത്രങ്ങൾ അക്കാലത്തെ പ്രധാന കലാനിർമ്മിതികളായിരുന്നു. കാഞ്ചീപുരം, മഹാബലിപുരം, മധുര എന്നിവിടങ്ങളിലാണ് അക്കാലത്തെ പ്രധാനമായിട്ടും ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ്രാവിഡ ശൈലി എന്ന ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ ശൈലി പല്ലവരുടെ കാലത്താണ് രൂപപ്പെട്ടത്. കാലക്രമേണ ക്ഷേത്ര നിർമ്മാണം 3 ഘട്ടങ്ങളിലായി വികാസം പ്രാപിച്ചു. അവിടെ ചുവട് നൽകിയിരിക്കുന്നു. അതായത് ക്ഷേത്രങ്ങളുടെ വളർച്ചയാണ് ഇവിടെ പറയുന്നത് അല്ലേ. മഹാബലിപുരം, മധുര, കാഞ്ചീപുരം എവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നത്. ദ്രാവിഡ ശൈലിയിലാണ് ഇവിടെ ക്ഷേത്ര നിർമ്മാണം നടന്നിട്ടുണ്ടായിരുന്നത്. പാറവെട്ടി നിർമ്മിച്ച ക്ഷേത്രങ്ങൾ, ഒറ്റക്കല്ലിൽ തീർത്ത രഥക്ഷേത്രങ്ങൾ, ഘടനാക്ഷേത്രങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കാണുന്നുണ്ടല്ലേ മാമണ്ടൂർ ഗുഹാക്ഷേത്രം എവിടെയാണ്? കാഞ്ചീപുരം. പിന്നെ മധുര മീനാക്ഷി ക്ഷേത്രം, അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. ഇനി മഹാബലിപുരത്തെ രഥക്ഷേത്രം. ഇനി ദ്രാവിഡ വാസ്തുശില്പകല. ക്ഷേത്ര നിർമ്മാണം ഇന്ത്യയിൽ പുരാതന കാലം തൊട്ടേ നിലനിന്നിരുന്നു. ക്ഷേത്ര വാസ്തു ശില്പകല 3 തരത്തിലായിരുന്നു. നഗര വാസര ശൈലികൾ പൊതുവെ ഉത്തരേന്ത്യയിലും ദ്രാവിഡ ശൈലി ദക്ഷിണേന്ത്യയിലും നിലനിന്നു. അപ്പോൾ ക്ഷേത്ര വാസ്തു ശില്പകല തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നഗരവാസര ശൈലികൾ എവിടെയാണ്? ഉത്തരേന്ത്യയിലാണ്. ദ്രാവിഡ ശൈലിയാണെങ്കിലോ ദക്ഷിണേന്ത്യയിലാണ്. ഭീമാകാരമായ മണ്ഡപങ്ങൾ ദ്രാവിഡ വാസ്തുശില്പകലയുടെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. പല്ലവരാണ് ദ്രാവിഡ വാസ്തുശില്പകലാ വൈദഗ്ധ്യം ആദ്യം തെളിയിച്ചത്. മഹാബലിപുരത്തെ ക്ഷേത്രങ്ങൾ അവരുടെ വാസ്തുശില്പകലാ വൈദഗ്ധ്യത്തിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. മഹാബലിപുരത്തെ ക്ഷേത്രങ്ങൾ വാസ്തുശില്പകലാ വൈദഗ്ധ്യത്തിൻ്റെ തെളിവാണ്. ആരുടെ? പല്ലവന്മാരുടെ അല്ലേ. പല്ലവന്മാരുടെ ദ്രാവിഡ വാസ്തുശില്പകലയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ദ്രാവിഡ ശൈലിയിൽ ഏറ്റവും അധികം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് ആരാണ്? ചോളന്മാരാണ്. ദ്രാവിഡ ശൈലിയിൽ കൂടുതലും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ആരാണ്? ചോളന്മാരാണ്. തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ഇന്നും കൊള്ളുന്നുണ്ട്. മധുര മീനാക്ഷി ക്ഷേത്രം, ശ്രീരംഗ ക്ഷേത്രം തുടങ്ങിയവയൊക്കെ പാണ്ഡ്യരുടെ കാലത്തെ പ്രശസ്തമായിട്ടുള്ള നിർമ്മിതികളാണ്. ദ്രാവിഡ വാസ്തുശില്പകലയിൽ തീർത്ത ക്ഷേത്രങ്ങൾക്ക് പ്രധാനമായും ശ്രീകോവിൽ, വിമാനം, ശിഖരം, മണ്ഡപം, പ്രദക്ഷിണപഥം എന്നിവയുണ്ടായിരിക്കും. ദ്രാവിഡ വാസ്തുശില്പകലയിൽ തീർത്ത ക്ഷേത്രങ്ങൾക്ക് പ്രധാനമായിട്ട് എന്തൊക്കെ ഉണ്ട്? ശ്രീകോവിൽ എന്ന് വെച്ചാൽ എന്താണ്? ഗർഭഗൃഹമാണ്. വിമാനം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗമാണ്. ശിഖരം എന്ന് വെച്ചാൽ വിമാനത്തിൻ്റെ മുകളറ്റമാണ്. മണ്ഡപം, പ്രദക്ഷിണപഥം എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. ഭീമാകാരങ്ങളായ പ്രവേശന കവാടങ്ങൾ, ഉയർന്ന ഗോപുരങ്ങൾ, അലങ്കാരമായി കൊത്തിവെച്ച ആനകൾ, കുതിരകൾ, വ്യാളിമുഖങ്ങൾ എന്നിവ ദ്രാവിഡ ശൈലിയുടെ സവിശേഷതകളാണ്. ഈ ക്ഷേത്രങ്ങളുടെ ചുമരുകളിൽ അസാമാന്യ വൈദഗ്ധ്യത്തോടെ ഇതിഹാസ പുരാണങ്ങളിലെ കഥകളും കഥാപാത്രങ്ങളും അതിസൂക്ഷ്മമായി കൊത്തിവെച്ചിട്ടുണ്ട്. ഇനി മഹാബലിപുരം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളും കല്ലിൽ കൊത്തിയ ചിത്രങ്ങളും കാണാവുന്നത് തമിഴ്നാട്ടിലെ മഹാബലിപുരത്താണ്. ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളും കല്ലിൽ കൊത്തിയ ചിത്രങ്ങളൊക്കെ കാണുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ മഹാബലിപുരത്താണ്. മാമല്ലപുരം എന്നും കൂടി അറിയപ്പെടുന്ന മഹാബലിപുരം ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒറ്റക്കല്ലുകളിൽ തീർത്ത പഞ്ചപാണ്ഡ്യവരെ സൂചിപ്പിക്കുന്ന 5 രഥക്ഷേത്രങ്ങളും കടൽ തീരത്ത് നിർമ്മിച്ച ഷോർ ടെമ്പിളും പല്ലവരുടെ വാസ്തുശില്പകലയുടെ മികച്ച ഉദാഹരണങ്ങളാണ്. ഒറ്റക്കല്ലുകളിൽ തീർത്ത പഞ്ചപാണ്ഡവരെ സൂചിപ്പിക്കുന്ന 5 രഥക്ഷേത്രങ്ങൾ, കടൽ തീരത്ത് നിർമ്മിച്ച ഷോർ ടെമ്പിൾ, പാറയിലെ കൊത്തുപണികളായ അർജുന തപസ്, മഹിഷാസുരമർദ്ദനം എന്നിവ പല്ലവ കലയുടെ മറ്റു ഉദാഹരണങ്ങളാണ്. യുനെസ്കോ പൈതൃക നഗരമായി മഹാബലിപുരത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് ടെമ്പിൾ കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യാം കേട്ടോ. അടുത്ത ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസമാണ്. അത് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. ഞാൻ ഒന്നുകൂടി വീഡിയോ ഇട്ടിട്ട് തരാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.